അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. നമ്മൾ ബേക്കറി കടയിൽ നിന്ന് പരമാവധി ബേക്കറി വാങ്ങുന്ന ആളുകളായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു വിരുന്നുകാരൻ വന്നാൽ പോലും ആ വിരുന്നുകാരന് കൊടുക്കാൻ വേണ്ടി മിക്സറോ ചിപ്സോ ഒക്കെ വാങ്ങുന്ന ആളുകളാണ്. പക്ഷെ ആ മിക്സർ കഴിച്ചിട്ട് ഒരു കുട്ടി മരണപ്പെട്ട ഒരു വാർത്ത ഞാൻ കേട്ടു. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. 5 വയസ്സുള്ള മുഹമ്മദ് ഇഷാൻ എന്ന പേരുള്ളൊരു കുട്ടി. ഈ ഒരു കുട്ടി 5 വയസ്സുള്ള ഈ കുട്ടിയുടെ വീട്ടിൽ തലേ ദിവസം വാങ്ങിയ മിക്സർ ഈ കുട്ടി കഴിച്ചിരുന്നു. ആ മിക്സർ കഴിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ഭയങ്കര ഛർദിയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടു, വയറിളക്കം അനുഭവപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിയാതെ ഈ പാവം പൊന്നുമോന് മരണത്തിന് കീഴടങ്ങി. സാധാരണ നമ്മളൊക്കെ ബേക്കറി കടയിൽ നിന്ന് മിക്സറും ചിപ്സും അങ്ങനെ എന്തൊക്കെ നമ്മൾ നുറുക്കും, അങ്ങനെ പലതും നമ്മൾ വാങ്ങലുണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനം കഴിച്ചതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ക്ഷീണവും മറ്റും അനുഭവപ്പെട്ടത്. അപ്പോൾ ഇതൊരു സാധാരണ ഇത്തരത്തിൽ നമ്മൾ ബേക്കറി സാധനങ്ങളൊന്നും പോസിറ്റീവായ കാര്യങ്ങളല്ല, നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ വാങ്ങലുണ്ട് എന്നുണ്ടെങ്കിലും, പക്ഷേ ഇതൊക്കെ ഇതിൽ കളറ് ചേർത്ത രീതിയിൽ അല്ലെങ്കിൽ മായം ചേർത്ത രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണോ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്? ഇതേതായാലും പരിശോധിക്കുന്നുണ്ട്. ആ പൊന്നുമോൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഖബറടക്കേണ്ടി വന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ കുട്ടിക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. തിരുവനന്തപുരത്താണ് മുഹമ്മദ് ഇഷാൻ്റെ ഒരു വീട്. നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ എന്താണ് ശരിക്കും ഡ്യൂട്ടി? ഈ ബേക്കറിയിലൊക്കെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം, വെളിച്ചെണ്ണയില ഉണ്ടാക്കണമെന്ന് പറയും. പക്ഷേ എന്ത് ഓയിലാണ് വരുന്നത്? എന്തൊക്കെ മായങ്ങൾ ചേർത്തിട്ടാണ്? നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ നോക്കാം, അവിടെ ഒരു ഫുഡ് ഉൽപ്പന്നം വിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്നവൻ്റെ സുരക്ഷ ഒരു പ്രധാനമാണ്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തുണ്ടാക്കിയാലും അത് വാങ്ങാൻ നമ്മൾ ആളുകളുണ്ട്, അത് വിൽക്കാനൊന്നും പ്രശ്നമില്ല. നമ്മൾ ആവശ്യമില്ലാത്തതിനൊക്കെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും നോക്കും. നമ്മുടെ അടിസ്ഥാന നീഡ്സാണല്ലോ ഭക്ഷണം. അപ്പോൾ ആ പൊന്നു മോനെ കാണുമ്പോൾ 5 വയസ്സുള്ള മോനെ കാണുമ്പോൾ എൻ്റെ അമീർ സുൽത്താൻ എൻ്റെ മോനെയാണ്, 4 വയസ്സുള്ള എൻ്റെ മോനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു കളിക്കുടുക്ക പോലെയുള്ള തുടുത്ത കവിളുള്ള ഒരു പൊന്നു മോനെ, അതിനെന്താ അറിയുക? മിക്സർ വീട്ടിൽ കണ്ടുന്നു, അത് തിന്നുന്നു. വീട്ടുകാർ പാവങ്ങൾ ആരെങ്കിലും ആവശ്യത്തിന് വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് കരുതി മിക്സർ വാങ്ങി വെക്കുന്നു. കൊള്ളലാഭം പ്രതീക്ഷിച്ച് ഇവർ ഈ മിക്സർ ഉണ്ടാക്കുമ്പോൾ ആ മിക്സറിൽ എന്തൊക്കെ കളറാണ് ചേർക്കുന്നത്, എന്തൊക്കെ മായമാണ് ചേർക്കുന്നത്, ഇതൊക്കെ നോക്കേണ്ട ഒരു ചുമതല സർക്കാർ ശമ്പളം കൊടുക്കണ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനില്ലേ? അവരുടെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ പൊന്നുമോൻ ഇന്നിങ്ങനെ മരണപ്പെടുമോ? കാണുമ്പോൾ സങ്കടം തോന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കാം, നമുക്ക് അത്രയും ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കും. ഞാനിത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാനിത് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണില്ല. ഞാൻ ചിപ്സ് വാങ്ങുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ബേക്കറികൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ എന്ത് ഉറപ്പിലാണ് നമ്മളിത് വാങ്ങുക? കടക്കാർ നമുക്ക് പല വാഗ്ദാനങ്ങളും തരും. ചില കടക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞാലും ഒരു മിണ്ടൂല. പിന്നെ ചില ബേക്കറികൾ അവരെന്നെ ഉണ്ടാക്കണ ഉൽപ്പന്നങ്ങളാണ് അവരുടെ ബേക്കറിയിൽ വിൽക്കുക. എല്ലാവർക്കും ലാഭങ്ങളെ വേണ്ടു. ഇത് നോക്കാനുള്ള ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് ആ കുട്ടിയുടെ ശാപം തട്ടുട്ടോ. ഒരു മരണപ്പെടാൻ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഒരു വാഹനാപകടമാണ്. നമുക്കൊരു മെൻ്റലി നമുക്കത് അപ്രൂവലാവും, എൻ്റെ മോൻ ഇങ്ങനെയാണല്ലോ മരിച്ചത് എന്നുള്ളത്. പക്ഷേ ഒരു മിക്സർ കഴിച്ചിട്ട് ആ മിക്സറിൽ നിന്നുണ്ടാകുന്നൊരു പ്രശ്നം കൊണ്ടാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടത് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഖേദമാണ്. ആ വീട്ടുകാർ അത് അനുഭവിക്കുന്ന ഒരു വേദന അല്ലാഹു ആ വീട്ടുകാർ ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കാണിച്ച ഷവർമ്മ തിന്ന് മരണപ്പെട്ടു, ഇങ്ങനെ അതൊക്കെ നമുക്ക് കുറേ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. ഷവർമ്മ പാർസൽ കൊടുക്കുമ്പോൾ അതിൽ ഡേറ്റ് വെക്കണം, ടൈം വെക്കണം. നമ്മൾ കുറേ നിയമങ്ങൾ ഇതൊന്നും പാലിക്കൂല. എന്നിട്ട് മുഴുവനും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ കട അടച്ചു പൂട്ടൊരു നിയമമാണ് നമ്മൾ. ഏതോ ഒരു ബസ് കത്തിയപ്പോൾ ബസ്സിൻ്റെ പെയിൻറ് മാറ്റിയ ആളുകളല്ലേ, ഇനി മുതൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വൈറ്റ് പെയിൻറ് അടിക്കണം. ഏതോ ഒരുത്തം കൊണ്ടിട്ട് കുറച്ച് പെട്രോൾ വാങ്ങിയിട്ട് ഒരുത്തിൻ്റെ തലയിലിട്ടിട്ട് അതിനെ തീ കൊടുത്ത് കൊന്നപ്പോൾ കുപ്പിയിൽ പെട്രോൾ വിൽക്കൂല എന്നുണ്ടാക്കിയൊരു സംസ്ഥാനമാണ് നമ്മുടെ. ഒരു നിലക്കും ബോധമില്ല. മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുക, അവിടെയൊക്കെ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം വിൽക്കണമെങ്കിൽ അതിന് പ്രത്യേക നിയമങ്ങളും സുരക്ഷിതത്വവും അത് അത്രയും സേഫ്റ്റി ആവണം. ഇവിടെ വെറുതെ കിട്ടിയാൽ കരിയിൽ വരെ തിന്നുന്നൊരു നാടായിട്ട് മാറി നമ്മൾ. ഏതായാലും ഈ ബേക്കറി സാധനങ്ങൾ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒന്നല്ല, കുട്ടികൾ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതാണ്. പരമാവധി നമ്മളത് ഉപേക്ഷിക്കുക. ഇൻഷാ ഞാൻ ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. എൻ്റെ പൊന്നുമോൻ്റെ മുഖമാണ് എനിക്ക് ഈ കുഞ്ഞിൽ തോന്നിയത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു പുനർവിചിന്തനം നടത്തുക.
ഇത് ഇത്തരം സാധനങ്ങൾ, നമുക്ക് ഉറപ്പുള്ള സാധനങ്ങൾ, വിശ്വസനീയമായ സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. കൂട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുനാവായിലെ 9 വയസ്സുള്ള മുഹമ്മദ് റൈഹാൻ എന്ന പേരുള്ള ഒരു പൊന്നുമോന് സൈക്കിൾ ഒരു കുഴിയിൽ വീണ് അപകടത്തിൽ പരിക്കേറ്റു മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. കുട്ടികൾക്ക് സൈക്കിൾ, പിന്നെ ഒരു മോനുണ്ട് 4 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു സൈക്കിൾ കൊണ്ട് ഓന് റോഡ് വരെ എത്തും. എൻ്റെ വീടൊരു ഒരു വയലിനോട് ചേർന്നിട്ടാണ്. അതിൽ കൂടെയുള്ള ചെറിയ പോക്കറ്റ് റോഡ്, കോൺക്രീറ്റ് റോഡിൽ കൂടെ പോയിട്ട് മെയിൻ റോഡ് വരത്തിയിട്ട് അവിടുന്ന് പിടിച്ചു വന്നു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ലോക, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്കൂളില്ലാത്ത ഈ അവധിക്കാലം. ഈ പൊന്നുമോന് വീട്ടിലേക്ക് സാധനമായിട്ട് വാങ്ങി വരുമ്പോൾ ഒരു കുഴിയിൽ വീണതാണ്. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ കുട്ടിയൊക്കെ സ്വർഗത്തിൽ എത്ര, 9 വയസ്സാണ് ഈ മുഹമ്മദ് റൈഹാൻ എന്നുള്ള ഈ കുട്ടിയുടെ പ്രായം. മലപ്പുറം ജില്ലയിലെ തിരുനാവായിലാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണം. ആ കുട്ടി ഇന്നലെ കബറടക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ 9ഉം 5ഉം വയസ്സുള്ള 2 മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ ആ മിക്സർ കഴിച്ച കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ്. നമ്മുടെ നിയമങ്ങളുടെ അപര്യാപ്തതയാണ് ആ കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്ന ഉള്ളിലൊരു ഖേദം വല്ലാതെയുണ്ട്. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. അതിനു മുൻപ് നമുക്ക് ചെറിയൊരു ചരിത്രം പറയേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ ഒരു ചരിത്ര വീഡിയോ ഇട്ടു, പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആ വീഡിയോ കണ്ടത്. കണ്ട ആളുകളൊക്കെ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞു. മാഷാ അല്ലാഹ്, ആരും കണ്ടില്ലെങ്കിലും ചരിത്രം പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയൊരു ചരിത്രം പറയാം. ഈ ഒരു ഈജിപ്തിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് ഫറോവ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാമും ഫറോവയുടെ ഒക്കെ കഥകൾ അറിയുന്നുണ്ടാവും. അത്തരത്തിൽ 67 വർഷത്തോളം ഭരിച്ച, വളരെ ദീർഘകാലം ഭരിച്ച ഒരേ ഒരു ഭരണാധികാരിയാണ് ഫറോവ. റാംസിസ് 2 എന്ന് പേരുള്ള ഒരു ഫറോവ, ഒരു ഫിർഔൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പേര്. ഇദ്ദേഹം 19ാമത്തെ വയസ്സിലാണ് ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് മാറിയത്. മുൻപത്തെ ഭരണാധികാരികൾ നിർമ്മിച്ച നിർമ്മാണങ്ങളൊക്കെ തൻ്റെ പേരിലാക്കുകയും എല്ലാവിധ നിർമ്മാണത്തിൻ്റെ അവിടെയും തൻ്റെ ചിത്രങ്ങൾ കൊത്തിവെക്കുകയും ചെയ്ത് എല്ലാം തൻ്റേതാക്കി മാറ്റി പുറമെയുള്ള എല്ലാ ഭരണാധികാരികളോടും യുദ്ധം ചെയ്ത് ജയിച്ചടക്കിയ വളരെ അപൂർവം ഒരു ഫറോവ, ഒരു ഫിർഔനായിരുന്നു റാംസിസ് 2 എന്ന് പേരുള്ള ഈ ഒരു ചക്രവർത്തി. ഈ ചക്രവർത്തിക്ക് 100 കണക്കിന് മക്കളുണ്ടായിരുന്നു. 7 ഭാര്യമാരുണ്ട്, വെപ്പാട്ടിമാരുണ്ട്. ഇതിലൊക്കെ മക്കളുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന സിറിയയും അതേപോലെ പലസ്തീനും അതുമായി ബന്ധപ്പെട്ട ഇസ്രായേലൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്, 3000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഈ ഒരു ഫിർഔനിൻ്റെ, ഈ ഒരു ഫറോവയുടെ അടച്ചിട്ടൊരു ഗുഹ കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങളും മറ്റൊക്കെ ഒരു വലിയ ഗുഹക്കുള്ളിലിട്ട് തൻ്റെ മരണശേഷം ആ ഗുഹ ഒരിക്കലും തുറക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഈ അടുത്ത് ഭൂമിയിൽ കുഴിച്ചുണ്ടാക്കുമ്പോഴാണ് ഈ ഗുഹ കിട്ടിയത്. അങ്ങനെ 3000 വർഷങ്ങൾക്ക് ശേഷം ഈ ഗുഹ തുറന്നു നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അത്ഭുതകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങളും മറ്റൊക്കെ കിട്ടണ്ടായി. അങ്ങനെയാണ് വീണ്ടും ഈ ഫിർഔന്റെ ചരിത്രം ജനങ്ങൾ ഒന്നുകൂടി സംസാരിക്കാനിട വന്നത്. അദ്ദേഹത്തിൻ്റെ മമ്മിയും അന്ന് ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ദേവാലയത്തിൽ വെച്ചു. പക്ഷെ അവിടുത്തെ പുരോഹിതന്മാർക്കൊരു സംശയം, ഭാവിയിൽ ഈ ഒരു മൃതദേഹം ആളുകൾ മോഷ്ടിക്കുമെന്നില്ല. കാരണം സ്വർണ്ണങ്ങളും മറ്റൊക്കെ അടക്കം വെച്ചിട്ടാണ് ഈ മൃതദേഹം കുഴിച്ചിടുക. അങ്ങനെ അവരൊരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി. ആ രഹസ്യ സങ്കേതം പിന്നീട് ലോകത്തിന് മനസ്സിലാവുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ 1880കളിലാണ്. ഇപ്പം നമ്മൾ 2024 അവസാനിക്കാനായി 1880കളിലാണ് ഈ ഒരു മമ്മി കണ്ടെത്തുന്നത്. ആ മമ്മി കണ്ടെത്തിയിട്ട് അവിടുത്തെ ഒരു മ്യൂസിയത്തിലാണ് പിന്നീട് ഫ്രഞ്ചുകാർ സൂക്ഷിച്ചത്. 1980കളിൽ ഈ മമ്മിക്ക് ചില കേടുപാടുകൾ പറ്റുന്നുണ്ട് എന്ന് അധികൃതർക്ക് മനസ്സിലായി. എങ്ങനെ ഇത് ശുദ്ധീകരിക്കാൻ കഴിയും, ഇതെങ്ങനെ നന്നാക്കാം, ഫ്രാൻസിലേക്ക് കൊണ്ടുപോകണം. കാരണം ഒരു കാലത്ത് ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു ഈജിപ്ത്. ഫ്രാൻസിലേക്ക് ഈ ഒരു മൃതദേഹം മമ്മി കൊണ്ടുപോകാനുള്ള നിയമങ്ങളില്ല. പക്ഷേ ഈ ഒരു മമ്മിയെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റി ആ മമ്മിയെ തനതായിട്ട് സംരക്ഷിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. പക്ഷേ മൃതദേഹങ്ങളാണെങ്കിലും രാജ്യം വിടണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം. അങ്ങനെ അത്ഭുതകരം ഈ ഒരു 3000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഈ ഫിർഔനിന് ഈജിപ്ത് സർക്കാർ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. ആ പാസ്പോർട്ടിൽ ആരോ വരച്ച ഒരു രാജാവിൻ്റെ ചിത്രമാണ് പാസ്പോർട്ടിൽ കൊടുത്തത്. അങ്ങനെ ഫ്രാൻസിലേക്ക് 1976 ഈ ഒരു മമ്മി എല്ലാവിധ സർക്കാരിൻ്റെ ആദരവോടുകൂടിയും ഫ്ലൈറ്റിൽ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ രാസപരിശോധനയിൽ ഫംഗസ് കയറിയതാണെന്നും ഈ ഒരു മനുഷ്യൻക്ക് 5 അടി നീളമുള്ള ഒരാളാണെന്നും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളോടെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ കണ്ടെത്തി. ഒരു 97-98 വയസ്സിലാണ് ഈ ഒരു ഫറോവ എന്നുള്ള ഈ ഒരു
ഭരണാധികാരി മരണപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടുന്ന ആ ഒരു മമ്മിക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സകളും നടത്തി വളരെ രാജകീയമായിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഫ്രാൻസിൽ നിന്ന് ഈ ഒരു മമ്മി എന്ന ഫറോവയുടെ ഡെഡ് ബോഡി ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചയക്കണ്ടായി. ഇന്ന് ഈജിപ്തിലെ പ്രധാന മ്യൂസിയത്തിൽ ഒരു കാഴ്ച വസ്തുവാണ് ഈ മമ്മി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുസാ നബി അലൈഹി സ്വലാമിൻ്റെ ഫിർഔൻ്റെ ഒക്കെ കഥ കേട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം മാസങ്ങൾക്ക് മുൻപ് ഈ 3000 വർഷം മുമ്പ് ജീവിച്ച ഈ ഫിർഔനിൻ്റെ അടച്ചിട്ടൊരു ഗുഹ തുറക്കപ്പെടുകയും ഇസ്രായേൽ അത് കണ്ടെത്തുകയും അതോടുകൂടിയിട്ടാണ് വീണ്ടും ഈ ഫിർഔൻ്റെ ഈ സംഭവം വാർത്തകൾ ഇടം നേടിയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഫിർഔൻ്റെ കഥ നിങ്ങൾ മുമ്പ് കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ചോദ്യം, അലക്സാണ്ട്രിയ എന്നൊരു തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.